എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ ഔപചാരികമായ ഒരു കൂടിച്ചേരലല്ല. നമ്മൾ പരസ്പരം അറിയാവുന്ന ഒരുപാട് പേരുടെ ഒരു ഒത്തുകൂടലാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു അവിചാരിതമായ ഒരു യാദൃശ്ചികതയാണ്. ഏതാണ്ട് കൃത്യമായും പറഞ്ഞാൽ ഒരു വർഷവും ഒരു ദിവസം മുമ്പ് ഇതേ വേദിയിൽ ലാൽ ഉൾപ്പെടെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ദിവസമാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയായ ആ ആഘോഷം എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. ഇന്ന് 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സന്തോഷം കൂടെ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ്. കിരീടം റിലീസാകുന്നത് 1989 ജൂലൈ 7-ാം തീയതിയാണ്. ഏതാണ്ട് 37 വർഷങ്ങൾക്ക് ശേഷം ഈ വരുന്ന ജൂലൈ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് അതിൻ്റെ റീമാസ്റ്റർ വേർഷൻ എത്തുകയാണ്. അത് സാധ്യമായത് NFDCയുടെ സഹകരണത്തോടു കൂടിയാണ്. ആദ്യമായിട്ടാണ് NFDC ഒരു മലയാള ചിത്രം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ നമ്മൾ റീമാസ്റ്റർ എന്ന് പറയുമ്പോൾ അവർ അതിൽ പ്രിസർവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ഒരു റിസ്റ്റോറിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് അതിൻ്റെ റിസ്റ്റോറിംഗ് സംഭവിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ കഴിഞ്ഞ IFFIൽ ഗോവയിൽ നടന്ന ഫെസ്റ്റിവലിൽ അതിലൊരു പ്രീമിയർ ഷോ, റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. NFDCയിലെ MD ശ്രീ പ്രകാശ് മത്തും ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. അന്ന് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ഹോൾഡറായ ശ്രീ ശിവകുമാറും ഞാനും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മലയാളികളല്ലാത്ത വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ച ആ സിനിമയെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ്റെയൊക്കെ ഏറ്റവും പരമോന്നതമായ ഒരു അവസ്ഥ അനുഭവിക്കാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. ഇന്നും വീണ്ടും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അതേ സ്വീകാര്യത ഈ സിനിമയ്ക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കടന്നു വരുമ്പോൾ ഞങ്ങൾ കണ്ടു ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഈ സിനിമയുടെ തിരശ്ശീലയ്ക്ക് മുമ്പിലും പിൻപിലുമായി പ്രവർത്തിച്ച ഒട്ടനവധി പേർ ഇന്ന് ഇവിടെ നമ്മോടൊപ്പമില്ല. നമ്മോടൊപ്പം ഇന്ന് ഉള്ള ഞാനുൾപ്പെടെ ലാലുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരെയും ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലാലിൻ്റെ സ്വാഭാവികമായിട്ടും ലാൽ ഇതിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. ലാൽ തന്നെ പറഞ്ഞ സമയത്ത് ലാൽ തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ലാലിനെ കാണാൻ ചെല്ലുമ്പോൾ ഇതിനൊരു ഒരു പ്രീമിയർ ഷോ, ഒരു സെലിബ്രിറ്റി ഷോ നടത്താനുള്ള ഒരു ഡേറ്റാണ് ചോദിക്കാൻ ചെന്നത്. ലാൽ അത് സമ്മതിച്ച ശേഷം പറഞ്ഞു, 22-ാം തീയതി ഞാൻ ഫ്രീയാണ്, അന്ന് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ഒരു ചടങ്ങ് കൂടി നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തരുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷനിൽ നിന്നൊരു ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകളും ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെയും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരും വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ പാർവതിയെ വിളിക്കുമ്പോഴും ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരായിട്ടുള്ള ക്യാമറാമാൻ കുമാറുണ്ട്, പേദപ്പുറം ദാമോദരൻ എന്ന പേര് അദ്ദേഹമുണ്ട്, MG ശ്രീകുമാറുണ്ട്, എഡിറ്റർ ഗോപിനാഥൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള
അഭിനേതാക്കളായിട്ട് ഉള്ള മണിയൻ പിള്ളരാജുണ്ട്, ജഗദീഷ് ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു, ഉഷയുണ്ട്, കൊല്ലം തുളസിയുണ്ട്, പൂജപ്പര രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമായിരുന്നു ഒട്ടുമിക്ക പേരും എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഉടനെ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ കൂടിച്ചേരൽ നമുക്കൊരുമിച്ച് ഇവിടെ ഈ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ കിട്ടിയ ഈ അവസരത്തെ ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷങ്ങളാണ്. ഇവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയവരിൽ ഒരുപാട് പേരുണ്ട്. തിക്കുറിശി ചേട്ടനും ശങ്കരാടി ചേട്ടനും ഉണ്ണികൃഷ്ണൻ ചേട്ടനും ശ്രീനാഥ്, മുരളി, തിലകൻ ചേട്ടൻ, പനമ ചേച്ചി, ഫിലോമിന ചേച്ചി, കനകലത, ഒരുപാട് പേര്, ജോൺസൺ മാസ്റ്റർ കുടുംബം ഇതിവിടെ എത്തിച്ചേരേണ്ടതാണ്, എത്തിച്ചേരും ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് സങ്കടപ്പെടുത്തുന്നത് ഒരാളുടെ ഭാവം ലോഹിതദാസിൻ്റെതാണ്. ലോഹി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ഇപ്പോഴും മോഹിക്കുന്നു. ലോഹിയുടെ ആ ഒരു അസാന്നിധ്യത്തെ നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഇനി വിളിക്കേണ്ടത് ലോഹിയായിരുന്നു. ലോഹിക്ക് പകരം ലോഹിയുടെ മക്കളെ 2 പേരും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ണി, ഞങ്ങളുടെ ചക്കര. ഞങ്ങളുടെ കിരീടത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം പാലക്കാട് ഭാഗത്താണ്, ചിറ്റൂരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലൊക്കേഷൻ കാണാൻ പോയി വരുമ്പോഴൊക്കെ ലോഹി വല്ലാതെ ഒരു ടെൻഷനിലാണ്. കാരണം ലോഹിയുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം എടുത്തിരിക്കുന്നു, ഏത് ദിവസവും പ്രസവം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചിറ്റൂർ ഭാഗത്തൊക്കെ തിരിച്ച് വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ ലോഹി ഫോൺ ചെയ്തു. അപ്പോൾ അറിയുന്നു ഈ ചക്കര ജനിച്ചു. അങ്ങനെ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ അപ്പൻ എഴുതിയ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയുടെ ഈ ആഘോഷവേളയിലേക്ക് അവരെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച്, അച്ഛൻ്റെ സിനിമയെ കുറിച്ച് കിരീടം സിനിമയെ പറ്റി എന്താ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, അച്ഛൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സിനിമ എന്നത്. അത് ആ സിനിമ ഞാനൊക്കെ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും ടി വിയിലൊക്കെ പലപ്പോഴും കണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അന്ന് ആ ഒരു തലമുറ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവത്തെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നിപ്പോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗം ഇതാണ്. അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ അന്നത്തെ ഒരു ദൃശ്യഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടി വിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഇത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വീണ്ടും എല്ലാവർക്കും ഉണ്ടാവും എന്ന പ്രതീക്ഷ. Thank you so much, sir, and thank you so much to both of you. 2 ദശകത്തിലേറെ കാലം തന്മയത്വമുള്ളതും ജീവനധരവുമായ തിരക്കഥകളിലൂടെയും ചലച്ചിത്ര കാവ്യങ്ങളിലൂടെയും മലയാള സിനിമാ ലോകത്തെ ധന്യമാക്കിയ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകരുമായ ശ്രീ AK ലോഹിതദാസ് സാറിന്റെ ഓർമ്മ ദിനമാണ്, ചരമവാർഷികമാണ് ഈ വരുന്ന 28. അതുകൂടി ഈ ഒരു നിമിഷത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ആൻഡ് അദ്ദേഹം ധന്യമാക്കിയ ഈ ഒരു കിരീടം എന്നുള്ള ഈ ഒരു ചിത്രം, ഇത്രയും നല്ലൊരു 4 ever ക്ലാസിക് ചിത്രം നമ്മൾ മലയാളികളിലെ ഈ ഒരു മണ്ണിൽ പിറക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് എന്നത് തന്നെയാണ്. 37 വർഷങ്ങൾക്ക് മുമ്പിൽ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുവാനായി തുനിഞ്ഞിറങ്ങിയ 2 പേർ, മലയാള സിനിമാ ലോകത്തിന്റെ ഏറെ പ്രിയപ്പെട്ട 2 നിർമ്മാതാക്കൾ. കിരീടം സിനിമയിൽ നമ്മുടെ പ്രിയ നിർമ്മാതാക്കളായ ശ്രീ കൃഷ്ണകുമാർ അവർകളെയും ശ്രീ ദിനേശ് പണിക്കർ അവർകളെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് join with us on the stage. പറയുവാനായി ഒരുപാട് കഥകളുണ്ട്, കേൾക്കാനായി നമ്മളെ തയ്യാറായി നിൽക്കുകയാണ്. പ്ലീസ്.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു 37 വർഷത്തിന് ശേഷം കിരീടത്തിന്റെ ഓർമ്മകൾ ഇത്രയും ഗ്രാൻഡായിട്ട് വീണ്ടും നമുക്ക് പുതുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല ആ ഒരു കൂട്ടായ്മയിൽ ശ്രീ മോഹൻലാൽ, പാർവതി എന്ന് വേണ്ട അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും, എൻ്റെ പാർട്ണറായ ഉണ്ണി, സിബി, ഞങ്ങളെല്ലാവരും തന്നെ അതിനകത്ത് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടെ കുറെ പേര് നമ്മൾ വിട്ടുപോയ കഥ സിബി ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഞാനും ഉണ്ണിയും അന്നേ സുഹൃത്തുക്കളാണ്. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വന്ന ഒരു വിഷയമാണ് നമുക്കൊരു സിനിമ എടുത്തുകൂടി, അപ്പോൾ ആരെ വെച്ചെടുക്കും എന്നുള്ളതായി അടുത്ത്. അങ്ങനെ വന്നപ്പോഴേക്ക് വേറെ ആരുമില്ല. അന്ന് ഞങ്ങൾ വളരെ കോമൺ സുഹൃത്താണ് ശ്രീ മോഹൻലാൽ. അങ്ങനെ തീരുമാനിക്കുകയും കൃപ ഫിലിംസ് എന്നൊരു ബാനർ രജിസ്റ്റർ ചെയ്യുകയും, കൃപ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, കൃഷ്ണകുമാറും പണിക്കരും കൂടെ ചേർന്നാണ് കൃപ എന്നുള്ള ബാനർ തന്നെ അന്ന് ഇട്ടത്. അങ്ങനെ നേരെ മോഹൻലാലിനെ അന്ന് തൂവനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂർ പോയി കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ അത്രയും നമ്മളോടുള്ള സൗഹൃദമുള്ളതിന്റെ പേരിൽ ശരി ചെയ്തു, പക്ഷെ ഒരു കാര്യമുണ്ട്, 1-2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ ആദ്യം കേട്ട ഡയലോഗ്. പക്ഷെ ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്താണ് 89-ൽ പിന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിന് സഹകരിച്ച ആദ്യം ഇതിന് ഡേറ്റ് തന്ന് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാലിനോട് ആ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തന്ന് നമുക്ക് ആ ചിത്രത്തിന് അടിത്തറ ഉണ്ടാക്കി തന്ന ശ്രീ ലോഹിദാസ് നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പിന്നെ ഈ സിനിമ ഇത്രയും വിജയകരമാക്കി തീർത്തത് വേറെ ആരുമല്ല, സിബി മലയിൽ തന്നെയാണ്. ഏറ്റവും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അന്നത്തെ കാലാവസ്ഥയിൽ ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ വളരെ നൈസായിട്ട് സിനിമ എടുത്ത സിനിമ ഏറ്റവും വിജയ ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അത് അപ്രപാളി പകർത്തണമെങ്കിൽ ഒരാൾ വേണം. അത് കുമാറിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരോടും പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ട് പാടിയത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടന്റെ ആ പാട്ട് നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ വരെ കിട്ടി. ശ്രീ മോഹൻലാലിന് നാഷണൽ റെക്കഗ്നീഷൻ കിട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കിരീടം എന്ന ചിത്രത്തിലൂടെ ഞാനും ഉണ്ണിയും നല്ലൊരു തുടക്കം കുറിച്ചു. പിന്നെ നമ്മുടെ പാർവതി ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമാണ്. കാരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ശേഷമാണ് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ഇങ്ങനെ ഒരു തോട്ട് വന്നതും ഈ റീമാസ്റ്ററിങ് എന്നുള്ള സംഭവം വന്നത് തന്നെ പുതിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ ഇനി വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല. ശ്രീ മോഹൻലാൽ എന്തായിരുന്നു അന്നത്തെ കാലത്ത്, എന്തായിരുന്നു നിന്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെട്ട തിരകേച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ്, അതെല്ലാം ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ നിങ്ങൾ കാണണം, കേൾക്കണം. താങ്ക് യു വെരി മച്ച്. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട്. കാര്യം ഈ കിരീടം എന്നുള്ള ചിത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അതിൻ്റെ ഒരു വേദന വല്ലാതെ ഉണ്ട്. ഒന്നത്. 2, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്ന പാരിലാലിൻ്റെ സഹോദരനാണ് മോഹൻലാൽ. ലാലിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഈ ചിത്രം ഉണ്ടാകുന്നത്. ലാൽ അന്ന് എന്നെ വിശ്വസിച്ച്, ദിനേശിനെ വിശ്വസിച്ച് ഈ ഒരു പടം ചെയ്യാൻ തയ്യാറായപ്പോൾ ഞാൻ ആദ്യം സിബിയെ കാണുന്നു. സിബിയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പല പടങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പൂച്ചക്കുരു മൂക്കുത്തി പ്രിയദർശൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്ന പൂച്ചക്കുരു മൂക്കുത്തിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. സിബി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ ബന്ധത്തിലാണ് സിബിയും ഞാനുമായിട്ട് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അത് അന്ന് ലാല് ആ ഡേറ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാവില്ല. പക്ഷെ ആ ചിത്രത്തിന്റെ കൂടെ അതിന്റെ ശക്തിയായിരുന്ന, അതിന്റെ ഓരോ വാക്കിലും അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടിരുന്ന എൻ്റെ ലോഹി, എൻ്റെ പ്രിയപ്പെട്ട ലോഹി എൻ്റെ കൂടെ ഇപ്പം ഇല്ലാത്തതിലുള്ള വേദന എനിക്ക് വല്ലാതെയുണ്ട്. ലോഹി ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പരിപൂർണമാക്കി ബൈൻഡ് ചെയ്ത് ലാലിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ നിൽക്കുന്ന എൻ്റെ പാർട്ണർ ഉൾപ്പെടെ ഈ സബ്ജക്റ്റിന്റെ ഫൈനലിൽ ലാല് തോറ്റുപോയാൽ
പടം ഓടുമോ? വിജയകുമാറിന് പ്രശ്നമുണ്ടായിരുന്നു. വിജയകുമാറും ഞാനും സിബിയും ലോഹിയും ഒക്കെ ആയിരുന്നു സംസാരിച്ചു. അന്നും ലാല് ശക്തി തന്നു നമുക്ക് ഈ ചിത്രം ചെയ്യാം. അന്ന് ഈ ചിത്രം ധൈര്യമായി ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതിനുവേണ്ടി ലാല് കൂടെ നിന്നു. ആ ചിത്രം വൻ വിജയമായി തീർന്നു. അതിനുശേഷം ഒരു ദിവസം എറണാകുളത്ത് വെച്ച് ഞാനും സിബിയും നടക്കാൻ ഇറങ്ങിയപ്പോൾ രാത്രി നൈറ്റ് എഡിഷൻ പേപ്പർ വാങ്ങിക്കാനായിട്ട് പോയി. അന്ന് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ്. ലാലിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ പോയത്. അന്ന് ഇതേപോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിബിയും ഞാനും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് പത്രം വാങ്ങിച്ച് നോക്കുമ്പോൾ മോഹൻലാലിന്റെ കിരീടത്തിന് സ്പെഷ്യൽ മെൻഷൻ അവാർഡ്. ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവേശ്വരന്റെ സാക്ഷ്യത്തിൽ പറയാൻ ജീവിതത്തിൽ അത്രമാത്രം ഞാൻ സന്തോഷിച്ച ദിവസമാണ്. എൻ്റെ അനിയന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. മാത്രമല്ല എന്നെ അറിയപ്പെടുന്നത് കിരീടം എന്നാണ് ഒരു സിനിമയുടെ പേര്. അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ചിത്രത്തിന് എൻ്റെ കൂടെ പ്രവർത്തിച്ച സകല ആൾക്കാരെയും സ്മരിച്ചുകൊണ്ട് എന്നെ വിട്ടുപോയവരുടെ മുന്നിൽ എൻ്റെ കണ്ണീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you so much, sir. പറഞ്ഞ പല കഥകളും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കൊതിയുള്ള പല കഥകളാണ്. അത്തരത്തിലുള്ള കഥകൾ ഇനി പലതായി പല നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ട് തന്നെയിരിക്കും. 1989 റിലീസായ ഈ ചിത്രം ഇന്ന് ഈ 2026 ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒരാളാണ്. സെവനാർട്സ് എന്റർടൈൻമെന്റിന്റെ സ്വന്തം ശ്രീ GP വിജയകുമാർ സർ. 1989 കിരീടം എന്ന ഒരു ചിത്രം എല്ലാ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓടി നടന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒക്കെ തന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ GP വിജയകുമാർ സർ ഫ്രം സെവനാർട്സ് എന്റർടൈൻമെന്റ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിങ്ങനെയൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടായതും അതിനകത്തെ ഒരു പാർട്ടിസിപ്പന്റ് ഒരു ആക്റ്റീവ് പ്ലെയർ ആകാനും കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഇപ്പൊ ഫിലിമിനെ പറ്റി പറഞ്ഞു, ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു, അതിനകത്തുണ്ടായ ഡെവലപ്മെന്റ്സ് എല്ലാം പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു താങ്ക്സ് ഗിവിംഗ് ഫോർമാലിറ്റിയാണ്. കാരണം ഈ പടം ഏതോ ഒരു ഗിഫ്റ്റ് പോലെയാണ് എൻ്റെ അടുത്തെത്തുന്നത്. അന്ന് ഞാനും മിസ്റ്റർ മോഹൻലാലോട് വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടത്തിന്റെ പ്രപ്പോസൽ എന്ന് വരുന്നത്. നമ്മുടെ കോമൺ ഫ്രണ്ട് പ്രിയനുണ്ട്, ഉണ്ണിയും ദിനേഷും ഒക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. ഈ ഫിലിം കണ്ടപ്പം അപ്പം ഇങ്ങനൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണെന്നും സത്യത്തെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ബട്ട് ലോഹി എന്ന് പറയുന്ന ഡയറക്ടറും സിബി എന്ന ലോഹി എന്ന റൈറ്ററും സിബി എന്ന ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഇതേതോ ഒരു നല്ല ഒരു വളരെ അക്നോളജ് ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്നൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെല്ലാം ബിസിനസ്സുകാരൊക്കെ സംസാരിച്ച് ഷെയ്ക്കാൻഡ് കൊടുത്തു. ആ പടം ഞാൻ ഈ പടം വരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അതിന് മുമ്പും അത് കഴിഞ്ഞും മിസ്റ്റർ മോഹൻലാലുമായിട്ട് 10-18 പടങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് സൂപ്പർ ഹിറ്റ്സും ചില പടങ്ങൾ മോശമായിട്ടുണ്ട്. ഈവൻ അതർവൈസ് സിനിമയ്ക്കകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ബട്ട് ഗ്രേറ്റ് ഫിലിംസ് കെയിം ഫ്രം മിസ്റ്റർ മോഹൻലാൽ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹിം ഫോർ ദാറ്റ് ഓൾസോ. കാരണം ഇത്രയും എന്റെ ബാനറിന് ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടാക്കി തന്നത് മോഹൻലാൽ ഫിലിംസ് ആണ്. ഈ പടം നമ്മൾ ബിസിനസ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് അമേരിക്കയിൽ പോയി ഷൂട്ടിംഗ് അക്കരെ ഈ ആ സമയത്താണ് ഈ പടം ഇവിടെ റിലീസ് ആവുന്നത്. അപ്പൊ റിപ്പോർട്ട് എന്ന് പറഞ്ഞു വരുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്. കാരണം പടം കണ്ടവർക്ക് യുണാനിമസ് ആയിട്ട് ഇത്രയും ഒരു ഡെപ്തിൽ പോയ ഒരു ക്യാരക്ടർ ഇത്രയും ഡെപ്തിൽ പോയ സിനിമ എന്ന് പറഞ്ഞുള്ള അപ്രീസിയേഷൻ നോ ഡൗട്ട് കളക്ഷൻസ് വെരി ഗുഡ് എന്ന് മാത്രമല്ല ഈ പടത്തിന്റെ റിലീസ് ഇവിടെ നടക്കുന്നതിന് മുമ്പ് പ്രൊജക്ഷൻ മദ്രാസ് ഇട്ടിട്ട് ഇതിന്റെ ഔട്ട്സൈഡ് റൈറ്റ്സിന് ആൾക്കാർ അവിടെ ഭയങ്കരമായ ബഹളമായിരുന്നു. എന്റെ ഓർമ്മയിൽ എല്ലാ ഔട്ട്സൈഡ് റൈറ്റ്സും ഈ പടത്തിന്റെ പോവുകയും അത് ഈവൻ ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ് തമിഴ് എടുത്തതാണ് എന്റെ വിശ്വാസം. ബാക്കി ലാംഗ്വേജിൽ വന്ന എല്ലാ ലാംഗ്വേജിലും ഈ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മാത്രമല്ല
അതിനകത്തൊരു എക്സാജറേറ്റ് ചെയ്യുന്നൊരു കോംപ്ലിമെന്റ് ഉണ്ട്. ഇത് വാങ്ങിയ മറ്റ് ലാംഗ്വേജ് റൈറ്റ്സ് ഒക്കെ ആയിട്ട് പിന്നെ പല പ്രാവശ്യവും പല രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എക്സലന്റ്, എവറിത്തിങ് ഫൈൻ. പക്ഷെ നിങ്ങളുടെ മോഹൻലാൽ ചെയ്തത് നമുക്ക് അത് റിയാലിറ്റിയാണ്. ഞാൻ ഫേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. സോ ഈ പടത്തിന് അങ്ങനെ ഒരു യുണീക്ക് അച്ചീവ്മെന്റ് ഉണ്ട്. എനിക്ക് I must thank Unni and Panikirji because ഈ പടം പിന്നെ അതിന്റെ ഡയറക്ടർ ഓഫ് കോഴ്സ് സിബി, അത് കഴിഞ്ഞിട്ട് കോയിൻസിഡൻസ് ഞങ്ങൾക്ക് പിന്നെ കുറെ പടങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. പക്ഷെ ഈ പടം നമുക്ക് റിലീസ് ചെയ്യാൻ അതിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ഒരു additional feather to my banner Kiridam has given. I am thankful to them and I am thankful to the director കാരണം സിബി again ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ സിബി ചെയ്ത പല പടങ്ങളും ഇൻക്ലൂഡിംഗ് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ഹിസൈൻ അസബ്ദുള്ള, ഭരതം, കമലദളം 3 പടങ്ങൾക്കും ബിസിനസ് വൈസ് എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം അങ്ങനെ സിബിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംവെയർ ഇറ്റ് ഹസ് വർക്ക് വണ്ടർഫുള്ളി ഫോർ മൈ കമ്പനി ആൻഡ് മൈ ബാനർ ഓൾസോ. ഇനിയൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഈ പടം റീമാസ്റ്റർ ചെയ്തുള്ള ബിസിനസ് ഇവിടെ വന്നപ്പോൾ ഐ വാണ്ടഡ് ടു ഡു. അപ്പൊ റീമാസ്റ്റർ ചെയ്ത് പടം ചെയ്തതിനെ പറ്റി ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നത് താളോട്ടം ചെയ്യാനുള്ളത് മൈ വിഷ് ലിസ്റ്റ്. പക്ഷെ അതിന്റെ കണ്ടന്റ് ഇല്ല, അതിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോഴാണ് NFDCയിൽ നിന്നും എനിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റി അവിടെ സ്റ്റോറിൽ ഉള്ള പടങ്ങളിൽ കിരീടമുണ്ട്. ആൻഡ് കിരീടത്തിന്റെ പ്രിന്റ് അവിടെ ഉള്ളതുകൊണ്ട് ആ പടം ചെയ്യുന്നതല്ലേ മറ്റു പടങ്ങൾ ആലോചിക്കാൻ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ NFDCയിൽ ബന്ധപ്പെടുന്നതും. and I am grateful to Mr. Prakash ji for the support. In fact, he has encouraged me to do Kiridam first. മാത്രമല്ല one unique thing again, Mr. Prakash ji, മലയാളം സിനിമയും മറ്റ് സിനിമ എല്ലാ സിനിമയെ പറ്റി പ്രകാശ് ജിക്കുള്ള അത്രയും ഡെപ്തോ നോളജോ ഓണസ്റ്റ്ലി എനിക്കില്ല, മറ്റു പലർക്കും. He talks Malayalam, he understands Malayalam and he has seen a lot of Malayalam films, and coincidence again his wife is from Kerala. That may be the reason. Whatever it is great. So NFDC has played a major role in getting Kiridam as my first film for release, and I think ever since he thought process everybody is telling there is no better film than Kiridam because of the content value. No doubt the making value, the acting value, everything put together. This most ideal film which could go today's scenario, national, all over India release, it can fetch a good response. And God bless, we look forward to a good outcome and mass acceptance for this film. Thank you everybody for this. Sir, it was a great pleasure having you here with us today. So yes, മറ്റ് പല കാലഘട്ടത്തിലെയും സിനിമാ പ്രേമികൾക്കില്ലാതിരുന്ന ഒരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കുണ്ട്. കൾട്ട് ക്ലാസിക് ചിത്രങ്ങളൊക്കെ നമ്മൾ ടിവിയിൽ കാണുമ്പോൾ എന്നാലും ഇതിന്റെയൊക്കെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാണുമെന്ന് നമ്മൾ പലരും ആലോചിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുന്നുണ്ട്. പല എവർഗ്രീൻ മൂവീസും വീണ്ടും തിയേറ്ററിൽ കാണാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ശക്തമായ ആ ഒരു റോൾ പ്ലേ ചെയ്യുന്നത് it is our NFDC. Actually, we are honored by the presence of the respected managing director of the NFDC, the National Film Development Corporation. Ladies and gentlemen, let us put our hands together to welcome onto the stage the respected managing director of NFDC, Sri Prakash McDonald. So kindly join with us on the stage. Thank you so much for all that you are doing for the Malayalam cinema. We are all so indebted to you. Kindly address the gathering. നമസ്കാരം. എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻലാൽജി, ശ്രീ മോഹൻലാൽജി, we are so happy that he has got Dada Saheb Phalke Award this year. Congratulations to you, sir. എനിക്ക് മലയാളം അറിയാം, പക്ഷേ സംസാരിക്കാൻ ഇച്ചിരി പാടാണ്. So I will speak in English. I'm so happy to be here in this fantastic occasion. I have seen Sir Kiridam many times, and this is one of my favorite films also. So I'm so happy that this film is getting released. And I was just talking to Mohanlalji about this entire preservation.
this is such an old movie, but if we can preserve our cinema, then only we can be able to watch it. And that's why this gem of a Indian cinema, cult classic, the 35mm print is there. We have preserved for many years in our Pune archive, and that's how we could be able to do this restoration. 35mm is the best source, and that's why 4K restoration is possible. I request all the film industry members here, because I'm sure Malayalam cinema is one of the best in terms of Indian cinema. So whosoever is having such films, such prints or any other material, please come forward and deposit that element in the archive, because if only we preserve now, our future generations will be able to see it. And archives' job is not only preservation, because the technology has changed from analog to digital. So if we have to see the films in theaters now, we have to digitize and restore. I am very happy to also share that we have many such Malayalam films in our collection in Pune, and we are working on these restorations. Hopefully in future some of these will also come out and be able to be watched by film lovers. So thank you Vijayji, thank you C.D. Malayal sir. Just to add to that, restoration, though it's a technical process, but it's also a very aesthetic process. When we restore film, the idea is it should be seen as it was released. So that's why Sri C.D. sir and the photographer, cameraman, they supervise the entire grading process, color grading process. So because they are the makers, so they should be able to see how this restoration, both picture and sound, is being done. So I'm so happy that this one of the best Indian cinema history has seen is getting released. So congratulations to all of you. Thank you. Thank you so much, sir. We're super privileged to have you here with us today. So yes, Kireedam എന്ന ഈ ചിത്രം നമ്മൾ മലയാളികൾക്ക് ബാക്കി വെച്ച നമ്പറുകളിൽ ഒന്ന് അത് സേതുമാധവന്റെയും ദേവിയുടെയും പ്രണയവും വേർപാടും തന്നെയായിരുന്നു. ഇന്നും അത് ആലോചിക്കുമ്പോൾ എവിടേക്കോ നമ്മളുടെ മനസ്സിൽ ഒരു കുത്ത് വലി വരാറുണ്ട് അല്ലെ. ശ്രീ ലോഹിതദാസ് അവരുടെ തിരക്കഥയിൽ ശ്രീ C.D. Malayal സർ കിരീടത്തിന് ഒരു ചിത്രം നൽകിയപ്പോൾ ആ ദേവിക്ക് ജന്മം നൽകിയത് നിങ്ങൾ മലയാളികളുടെ എല്ലാ കാലത്തെയും സൗന്ദര്യ സങ്കല്പമായിരുന്ന ഇപ്പോഴും ആകുന്ന ഒരാളാണ് very own Mrs. Parvati Jairam. May I very humbly request you to kindly join with us on the stage. അന്നും ഇന്നും അതേ സൗന്ദര്യത്തോടുകൂടി, അതേ വിടർന്ന കണ്ണുകളോടുകൂടി, അതേ പുഞ്ചിരിയോടുകൂടി here she joins with us, the very own Parvati Jairam with us. Thank you so much, ma'am. എല്ലാവർക്കും നമസ്കാരം. കിരീടം എന്ന സിനിമ ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടനടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. Thank you so much, ma'am. And yes, കിരീടം എന്നൊരു ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്നും നമ്മൾ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരാള്
നമുക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം. ഏതൊരു പ്രതിസന്ധിയിലും ഒരിക്കലും തളരാതെ കൂടെ ശക്തമായി തന്നെ നിന്ന് മുന്നോട്ട് പോകണമെന്ന് ആ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകിയ ആ ഒരു സുഹൃത്ത്, ആ ഒരു സുഹൃത്തിന് ജീവൻ നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മണിപിള്ള രാജു സർ. So may I very humbly request you to kindly join with us on the stage as we are about to re-release the Kiridam movie, the evergreen movie. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ എൻ്റെ കൂടെ അഭിനയിച്ചവരെ ഓർത്ത് സങ്കടമുണ്ട്, പുതിയ രീതിയിൽ ഇങ്ങനെ വരുന്ന സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരെ ഓർക്കാൻ അവർ പരലോകത്തിരുന്ന് ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കാണുന്നത് സന്തോഷിക്കും. അവർക്ക് വേണ്ടി നമുക്കൊരു 30 സെക്കൻഡ്സ് എണീറ്റ് നിന്ന് ഒരു മൗനം. മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയും. ബാക്കി എല്ലാവരും നമ്മളെ വിട്ടു പോയിരിക്കും. അപ്പൊ ഇപ്പോഴും ഞാൻ ആ പടത്തിന്റെ കാര്യങ്ങളിലെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ അതോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, ചിലപ്പോൾ സെറ്റ് ഇടുമല്ലോ വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും ചിത്രാഞ്ജലി നടക്കുമ്പോൾ അല്ല നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിലെ ആദ്യത്തെ ഒരു സീരിയലുണ്ട്, കൈരളി വിലാസം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടി. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റ് അങ്ങനെ സംസാരിക്കുന്നില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, ജീനിയസ് അതുകൊണ്ടായിരിക്കും. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ ഒഴിച്ചു വെച്ചു. ആരായാലും അയ്യോ അമ്മ അപ്പോൾ അത് പിടിച്ചു മാറ്റുമെന്ന് പറയും. അപ്പോഴും അരവിന്ദൻ ആരാ ഇതിൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്ക് അതിനവിടെ കൊണ്ട് കിട്ടിയ ചെട്ടിയായിരുന്നു ഒരാൾ ഒരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്? അപ്പോൾ ആ ചെട്ടിയാരെ പറഞ്ഞു അണ്ണാ ഒരു കൗതുകം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, എന്നെ വിളിച്ചത്. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു, അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം. പിറ്റേന്ന് സീനെ കൊള്ളാം. അങ്ങനെ ഞാനവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അവിടുത്തെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റ് ഓക്കെ, എൻ്റെ ടിക്കറ്റ് ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതാണ്. ഞാൻ ആകെ ടെൻഷൻ എടുത്തിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റ്, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി എന്ന് റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ടിക്കറ്റ് രാജു യാത്ര ചെയ്തോണ്ട് അതേ പറഞ്ഞു ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്ന ഉടനെ എന്നെ CB കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റ് മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ്റെ ചീഫ് മാൻ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്ത ഒരു ടെററായിരുന്നു പുള്ളി. എന്ത് പറയുന്നുള്ള സംഭവം പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ. ഇവിടെ മാർക്കറ്റ് ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് CBയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായു നമ്മുടെ കാലത്ത് ഞാൻ അത് കണ്ടത് സോറി പുള്ളി സ്ഥിരം കാണാൻ സോറി, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് രാജ്യത്തെ ക്ലോസപ്പ് എടുത്തത് കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിരുന്നില്ല ലൊക്കേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് CB ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രിട്ടൻഷൻ ഇത് അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിൻ്റെ എക്സ്പ്രഷൻ ജഗദീശൻ നല്ലൊരു അടി കെട്ടിട്ട് എത്ര കാലമായി.
എന്താ പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിന്റെ രണ്ടാം ഭാഗം ആയിട്ട് പേര് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരെ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നും ഇല്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷീൽസ് എല്ലാം ഇവിടെ ബോണി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴത്തെ അന്ന് ഡിജിറ്റൽ ക്യാമറയിലില്ല, സ്റ്റില്ലെടുക്കാൻ പോലും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് വന്നിട്ട് അതുപോലെ ഒരു പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണിയായിട്ട് എങ്ങനെ പരിചയം പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട് പടം. തന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു. എന്തായാലും ഇവിടെ ഇന്ന് റീ റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിന് കാര്യം നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻകാർ അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ട് അവർ മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്, ജഗദീഷ് ഞാൻ ഒന്നിച്ച് പഠിച്ചാണ്. ജഗദീഷ് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യമില്ല, അത് ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യവാനാണ്, എൻ്റെ കൂടെയും പഠിച്ചു, ഞാൻ എൻ്റെ കൂടെ പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷെ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ പ്ലീസ്. അപ്പോൾ ജഗദീഷ് എൻ്റെ അടുത്ത് പറയും അതൊക്കെ നിങ്ങൾ രാജു ഞാൻ ചെയ്യാം, പക്ഷെ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ള കാര്യം പറയരുത്, അത് ഞാൻ പറയില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ അവസരം ഉപയോഗിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ എപ്പോഴും കേൾക്കാൻ രസമുള്ള ചില സ്പീച്ചസിലൊന്നാണ് രാജു സാറിന്റേത്. ഒരുപാട് പഴയ കഥകൾ ഉണ്ടാകും, ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ ഉണ്ടാകും. ടുഡേ ഓൾസോ താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ആ പറഞ്ഞ സുഹൃത്തുക്കളിൽ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രത്തിന്റെ ഈ ഒരു സിനിമയിൽ എൻട്രി തന്നെ വളരെയധികം രസകരമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. മാൻ ഹു ഈസ് the ancient university എന്നൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി. അപ്പൊ very on Jagadish Shettan, let me welcome you all to this stage with utmost love and respect. എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറെ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിന്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിന്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്കായി. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിന്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി. എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സെബി മലയിലാണ്. ഓടർജമാവാറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധമുണ്ട്. ചെവനാട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയാ, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ let's see ഹാജി ദേഖേഗാ കോയി ബാത് നഹീ. വിദേശായതുകൊണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ഹാജി ഹാജി എല്ലാത്തിനും ആരംഭിച്ചു. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എന്നോട് പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയുടെ കാര്യം പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എന്റെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ കേട്ട് വന്ന് ടോർച്ച് അടിച്ചു നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ
ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറമാൻ കുമാറിന്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെയും തിലകൻ ചേട്ടന്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസർ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലൊക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തെരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്ത് വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോലിയായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ചെന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും, ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട്, ഇന്ന് കണ്ടാൽ നല്ല മാർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ, നാളെ മകൻ സബ് ഇൻസ്പെക്ടറായും പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്ഛന്മാരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സറിയും ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എനിക്ക് വീട്ടിനടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ അന്ന് എന്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എന്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും അതെല്ലാം അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്, അത് അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ് അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സവനാട് വിജയകുമാർ, വെരി ടാൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടി തോന്നുന്നു. ഇങ്ങനെ കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ മദറിന്റെ അകത്തിൽ നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നുമില്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്കറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനില് റിയൽ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല. അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിനിടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം പാർവതി, താങ്ക് യു സോ മച്ച്. പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും കൊണ്ട്. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിന്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകന്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിന്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷെ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് ക്രിസ്ത്യാനിന്റെ ആയിക്കോട്ടെ, ശങ്കരാചാര്യ സാറിന്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എന്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിന്റെ ആശാന്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിന്റെ
ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിട്ട് ഇങ്ങോട്ടുണ്ട് ആ വരുന്ന കീഴിക്കാട് ചപ്പ് എന്ന് പറയുന്ന ആ സംഭവത്തില് ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തിബുർ സാറിന്റെ ഒക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ, അതിന്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സീരിയസ് കിരീടം നമുക്കൊക്കെ സമ്മാനിച്ചത് മനസ്സിൽ ഒരുപാട് വേദനയും നമ്മളൊക്കെയാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ളവർക്ക് ഓർക്കാനുള്ളത് ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങളും തമാശകളും ഒക്കെ തന്നെയാണ്. That is such a happy thing to say. And again, കിരീടം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തീരാത്ത ഒരു വേദനയായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 37 വർഷങ്ങൾക്ക് ഇപ്പോഴും സേതുമാറിന്റെ വേദന അത് നമ്മളുടെ മനസ്സിൽ ഒരു തീരാ നൊമ്പരമായി തുടരുന്നുവെന്നുണ്ടെങ്കിൽ, അതിന് ഒരു പ്രധാന കാരണം, ഒരു ശക്തമായ കാരണം, ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയത് മലയാള സിനിമയ്ക്ക്, മലയാള ഭാവനയ്ക്ക് പകരം വെക്കാൻ സാധിക്കാത്ത ഒരു അഭിനയ സാമ്രാട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം, ഇന്ത്യൻ സിനിമയുടെ അഭിമാനം. നമ്മൾ മലയാളികൾ ഓരോരുത്തരും നെഞ്ചോടെന്നും ചേർത്ത് വെച്ചിരിക്കുന്ന പേര്, ജീവിതത്തിലെ, ശരീരത്തിലെ, ആത്മാവിലെ, മനസ്സിലെ ഓരോ കോശങ്ങളിലും നിറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തോടുകൂടി, ആ ഒരു ആരാധനയോടുകൂടി, ladies and gentlemen, let us put a thunders round of applause for the one and only, the complete actor, our very own Lalitan. അവസാനമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ, ലാലേട്ടൻ സ്ക്രീനിലും ഞാനൊരു ചേർന്നുമായിരുന്നു. അന്നത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇന്നെന്റെ കൈയും കാലം വരയ്ക്കുന്നുണ്ട്. പ്ലീസ് ജോയിൻ വിത്ത് us, ലാലേട്ട. Thank you so much. ഓഫ് ചെയ്ത് തന്നാണ്. ഗുഡ് ഈവനിങ്. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയുടെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പൊ ജീവിച്ചിരിക്കില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലോഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ എന്നും ഞാനും പാർവതിയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, പ്രസാദ്, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, വിളിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ, നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിന്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിന്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി.
ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് എൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോ ഉണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്ക് ഇടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്ക് ഇടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്ക് ഇട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭരതം, അന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ശരി, താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ ഗാനം ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം. പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൈതപ്രസാദ്, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. അത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഇവിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേറെ എന്തോ കാര്യം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയെന്ന് അറിയില്ല, അതൊക്കെ ഞാൻ നോക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താഴെ 2 ഗ്ലാസ് വിളിച്ചിരിക്കണേ, എന്നിട്ട് അതിർത്തുണ്ടായി. അപ്പോ നിസ്സാറിന് ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയൻ പിള്ളരാജനോടും എന്തായാലും ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇതിന്റെ കാര്യം പറയുന്നത് കിരീടം പാലം, ഒരു സിനിമയുടെ പേര് ഒരു ബ്രിഡ്ജിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെന്റ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിന്റെ പുറകെ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. ലോകിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് us and preserving this restoration is a big program. നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുടെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ റിസ്റ്റോർ കിട്ടും. അപ്പോൾ ഇപ്പം അതിൻ്റെ ടോട്ടൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോഡി അദ്ദേഹത്തിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. വൺസ് അഗൈൻ സോറി ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിന്റെ പേരിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ല സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്, പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോർമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവന്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്
ഒരു പക്ഷേ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഈവനിംഗ്. Thank you so much, Lalita. So yes, കിരീടം അങ്ങനെ 37 വർഷങ്ങൾക്ക് ശേഷം ഈ ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യഭംഗിയോടുകൂടി ആ ചിത്രത്തിന്റെ നമ്മുടെ പുത്തൻ പുതിയ റീമാസ്റ്റേർഡ് വേർഷന്റെ ആ ഒരു ട്രെയിലർ കാണാനുള്ള കൗതുകത്തിലിരിക്കുന്ന ആരെയും ഇനി ഒട്ടും തന്നെ വൈകിക്കുന്നില്ല. Lalita, we request you to kindly do the honor of launching the trailer for the remastered version of Kireedam, the evergreen Malayalam movie. Kireedam അങ്ങനെ ഇതാ ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യഭംഗിയോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിന്റെ ആ ഒരു പുത്തൻ പുതിയ ട്രെയിലറാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ചേർന്നിരുന്ന ആസ്വദിച്ചത്. അപ്പോ ആദ്യത്തെ ആ ഒരു ചിത്രത്തിന്റെ ഓരോരോ ഫ്രെയിം, അതിന്റെ ആ ഒരു വിഷ്വൽ ഭംഗിയൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സിനിമാ ഫോറങ്ങളിലും അത് ഡിസ്കഷനായി വരാറുമുണ്ട്. ആ ഫ്രെയിമുകൾക്ക് ജീവൻ നൽകി, ആ ഫ്രെയിമുകളുടെ പിന്നിലുള്ള ആ ഒരു കാഴ്ചയുടെ ആ ഒരു അതിന്റെ പ്രതിഭ. Ladies and gentlemen, let us welcome onto the stage the amazing DOP of our Kireedam movie, Sri S. Kumar sir. So kindly join with us on the stage. ഞാനത് എൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഞാനിന്നലെ 2 ദിവസം മുമ്പ് എൻ്റെ വൈഫിനോട് പറയുന്നു, ഈ മഴക്കളം ഉണ്ടാക്കിയതിന് ശേഷം കത്തി താഴെ ഇടുക എന്ന് പറയുമ്പോൾ നല്ലൊരു റിയാക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ വൈഫ് കരയുന്നുണ്ടായിരുന്നു. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. സിനിമ ഇനിയും കാണുമ്പോൾ ആൾക്കാരിലുണ്ട് കണ്ണീര് വരാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഞാൻ ഷൂട്ടിങ്ങിൽ പലയിടത്ത് പറയുന്നു, ഇത്തിരി സുന്ദരിയായിട്ടുള്ള മുറപ്പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ലാല് നടന്നു പോകുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ഹൃദയം പൊട്ടി. ലാല് ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് വെച്ചാൽ അതാണ് ഞാൻ ശിവടുത്ത് പറയുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, പുറന്തിരിഞ്ഞ് പോകുന്ന സേതുമാധവനാണ് ആ പാട്ടിൽ ഭൂരിഭാഗം വേണ്ടിയിട്ടുള്ളത്. അതാണ് ഒരു സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറുടെ ഒരു കോർഡിനേഷൻ പറയുന്നതിന് ഉൾക്കൊള്ളാനുള്ളൊരു സിബിയുടെ ഒരു വലിയ മനസ്സാണ് ഞങ്ങളുടെ വിഷ്വൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പലതും പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നു പോകും എല്ലാവരും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് വിഷമങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി അനുഭവിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ആ സിനിമേൻ്റെ ഒരു ധാരാളം വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കിരീടം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാർ ഇപ്പോൾ കിരീടത്തിൻ്റെ ക്യാമറമാൻ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ അത്രയും ചെയ്തതല്ല, അറിയാതെ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ ആയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടിയപ്പോണ്ട് ഞാൻ പറഞ്ഞു ആ പാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ഒന്നും പറയുന്നില്ല. എന്നത് ഈ NFDC എന്നോട് അതിൻ്റെ റെസ്റ്റോറേഷൻ സിനിമയോട് പോകുമ്പോൾ ശരിക്കും എല്ലാ സിനിമയോടും ചെയ്യുന്നതിന് 3 ലക്ഷം രൂപയ്ക്ക് ആകത്തുള്ളൂ മുമ്പിൽ. അപ്പോൾ പ്രസാദത്തിനകത്തൊരു 2.5 കോടി മുടക്കിയിട്ട് അവിടെ ഒരു സ്റ്റേഡിയം തിയേറ്റർ അത് വെച്ചിട്ടുണ്ട്, ബോംബെയിലൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ധൈര്യത്തിലൊന്ന് വിളിച്ച് ചോദിച്ചു, CBI നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഒരു മെഷീനുണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചത്. 2-3 ദിവസം കഴിയുമ്പോൾ ഒരു കോളാണ്, 10-15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ സ്ഥലം അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് താങ്ക്സ് ടു NFDC. ശരിയാണ്, ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു, ഓഫീസിൽ ഞാൻ കുറേ പേരെ സംസാരിച്ചിട്ടുണ്ടല്ലോ അത് ചെയ്യാനായിട്ട്. ശരിക്കും അത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ. ഇരിക്കുന്നൊരു പോസിറ്റീവായിട്ടുള്ള സ്ഥാനത്തിന്
8K അത് സ്കാൻ ചെയ്തിട്ട് അതിന്റെ 4K നമ്മൾ കൊണ്ടുവന്നു. ഞാൻ ജസ്റ്റ് തീർച്ചയായും നെഗറ്റീവ് ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും ഇതിന്റെ ഡിജിറ്റൽ മാജിക് ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തിന്റെ മുഖത്ത് പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ആ കാണുന്ന അതിന്റെ ലൈറ്റിന്റെ മോശം എനിക്ക് വേണ്ടി കണ്ടതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാം, പാർവതിയെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, എല്ലാം ചെയ്യാം. അതിന് ടച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഡാമേജ് ഇല്ലാതെ നിങ്ങൾ അന്ന് കണ്ട കിരീടത്തിനെ അതേപോലെ കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സോ ഇവിടെ വന്ന നമ്മളോടൊപ്പം രീതിയിൽ ചേർന്ന എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു പേരുണ്ട്. പലപ്പോഴും നമുക്ക് ഓരോ പാട്ട് ഓരോ കാലഘട്ടത്തിൽ കേൾക്കുമ്പോൾ അത് പല രീതിയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളോട് സംസാരിക്കുക എന്ന് പറയാറുണ്ട്. ഓരോ പ്രായത്തിൽ, ഓരോ മൂഡുകളിൽ, ഓരോ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറ്റ് ടോക്സ് ടു us in different layers. പക്ഷേ ഏതൊക്കെ ലെയറിൽ നിന്ന് അതിനെ ആസ്വദിക്കാൻ നോക്കുമ്പോൾ മനസ്സിൽ നമുക്ക് നൽകുന്ന ഒരു വികാരമുണ്ട്, ഒരു നിരാശയുടെ, ഒരു ഏകാന്തതയുടെ, ഒരു വിഷമത്തിന്റെ ഒക്കെ തന്നെയുള്ള ആ ഫീലിങ്ങുകൾ നമുക്ക് നൽകിയ അവരുടെ അതുല്യ പ്രതിഭ നമ്മുടെ മലയാളികൾക്ക് എന്നെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വരികൾ ചേർത്ത് വെച്ച് എഴുതി വെച്ച് നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവരുടെ വീട്ടിലേക്ക് ഏത് സ്നേഹത്തോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചു കൊള്ളുന്നു. ഒരു ഉയർന്ന കൈയോടുകൂടി അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ആ വരികളോട് സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ കിരീടം ടീമിന് എൻ്റെ സ്നേഹം, എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊരു വളരെ അപൂർവമായൊരു അനുഭൂതി നിറഞ്ഞ ഒരു വേദിയാണ് ഇത്. എനിക്ക് എൻ്റെ അവകാശമാണ് നേരിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിലെ പറഞ്ഞ ലോഹിയാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. എല്ലാവരെയും നഷ്ടം തന്നെയാണ്, എന്നാലും ലോഹിങ്ങനെ പിരിയാത്തൊരു സുഹൃത്തായിരുന്നു എൻ്റെ. ഈ പാർട്ടി ചെയ്യുമ്പോൾ ജോൺസൺ ഈ ആദ്യം എന്നെ കേൾപ്പിച്ച ഒരു താളം എന്ന് പറയുന്നത് ശരിക്കും തകതകിട എന്നുള്ള താളമാണ് പാട്ടിലെ. കണ്ണീർ അങ്ങനെ ഒരു താളത്തില് ആ മൂടിൽ ഒരു പാട്ടെഴുതാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെന്തോ ഒരു ഗുരുത്തമോടെ എനിക്ക് കിട്ടിയതാണ്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള വാക്ക് ഇത് വന്നപ്പോൾ അതത് കൃത്യമായിട്ട് വന്നതാണ് എനിക്ക്. അതുപോലെ അനുപല്ലവിയിലെ ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കേൾക്കാത്തൊരു സങ്കല്പമാണ്. അതൊക്കെ എനിക്ക് തന്നത് ദൈവമാണ്, മൂകാംബികയാണ്, ഞാനത് വിശ്വസിക്കുന്നു. അതേപോലെ 1000 കഴിഞ്ഞിട്ട് നിൽക്കുന്ന സൂര്യനാമമായി താതന്റെ ശോകം എന്ന് പറയുന്നത് അതുല്യമായ സങ്കല്പമാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കല്പമാണ്. അതൊക്കെ അമ്മ തന്നതാണ് എനിക്ക്. അങ്ങനെയുടെ ആ ഒരു നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം എനിക്ക് തന്നത് ഈ ടീമിൽ നിന്ന് എനിക്ക് എത്രയോ പടങ്ങൾ, എനിക്ക് എത്ര നല്ല പാട്ടുകൾ തന്നു. എല്ലാവരും ശ്രീപോടും ലോഹിയോടും പിന്നെ ലാലിനോടും എല്ലാവരോടും എൻ്റെ സ്നേഹമുണ്ട്. എൻ്റെ കുടുംബം തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഈ വേദിയിൽ നമുക്കൊപ്പം എത്തിച്ചേർന്നതിന് കണ്ണൂർ പൂവിലുള്ള വളരെ മനോഹരമായ ഒരു ഗാനം മലയാള സിനിമാ ലോകത്തിന് സമ്മാനിച്ചതിന് ആ ഒരു ഗാനം എത്രത്തോളം മലയാളികൾ എന്നും മുൻപോട്ട് ചോദിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഗാനത്തിന്റെ ശബ്ദം, ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ പാട്ടുപാടുന്ന ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ചെവി അറിയാതെ വന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണ് നമ്മളുടെ ഇവരുടെയും പ്രിയപ്പെട്ട the very own N.G. Srinivas sir. So let me very humbly invite you all to the stage. കിരീടം എന്നൊരു ചിത്രത്തിലൂടെ ദേശീയ അംഗീകാരം വരെ നേടിക്കൊടുത്ത ആ ഒരു പാട്ടിന്റെ പിന്നിലുള്ള കഥകൾ ഒക്കെ കേൾക്കുന്നതിനായി warm welcome sir. മാന്യ സദസ്സിന് നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു,
വാക്കാണ് എൻ്റെ മനസ്സിൽ. ലോഹിയേട്ടൻ, സിബി, ഉണ്ണി, ദിനേശ്, വിജയകുമാർ സാർ, അങ്ങനെ എല്ലാവരും, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നടന്ന ഒരു സംഭവം 71 കോൾ ഷീറ്റ് ഫസ്റ്റ് സോങ്, സെക്കൻഡ് സോങ് 2 to 9. കേതപ്പുറം ചേട്ടനുണ്ട്, നമ്മുടെ എല്ലാം എൻ്റെ സ്വന്തം ചേട്ടൻ ജോൺ ചേട്ടൻ, അദ്ദേഹം ഉണ്ട്. അപ്പൊ ഞാൻ 1 മണിയായപ്പോൾ ഞാൻ 70 പ്രസാദ തിയേറ്ററിലെത്തി. അപ്പൊ ഞാൻ കേൾക്കുന്നത് ഒരു പുതിയ ഗായകനും ചിത്രയുടെ നിന്ന് പാടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെലഡി സോങ്. അപ്പൊ ഞാനത് കേട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ബ്രേക്കിന് ശേഷം 2 മണിക്ക് ചേട്ടൻ എനിക്ക് വരികൾ പറഞ്ഞു തരുന്നു, കണ്ണീർ പൂവിന്റെ കവിളിലത്തിലൂടെ. അപ്പം ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത്തിരി ശോകമാണ്. അപ്പൊ അത് ആ ഫീല് കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ആ മറ്റേ പാട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ജോൺ സാറിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ നേരത്ത് കണ്ണീർ പൂവിന്റെ കവിളിലത്തിലൂടെ ഞാൻ ചേട്ടാ ആ പാട്ട് എനിക്ക് തന്നിട്ട് ഈ പാട്ട് വേണം മറ്റേ പുള്ളിക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് കൂട്ടാ, എന്നെ കൂട്ടാന്ന് വിളിക്കുന്നു, കൂട്ടാ നീ പാടും. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, എന്നെ ദേവരാജ മാസ്റ്റർ ശിശിന അടുത്ത സെക്കൻഡിൽ അടിയാ വരുന്നത്. അപ്പൊ ഞാനിത് പാടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ മറന്നു. അത് കഴിഞ്ഞ് ഫിലിം റിലീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒറ്റ പാട്ടുകൾ, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഈ ഗാനം മാത്രമേ സിനിമയിലുള്ളൂ. അതാണ് തലയിലെടുത്തെന്ന് പറഞ്ഞൊരു കാര്യം. അതിന് ആരടുത്ത് ഞാൻ നന്ദി പറയണം എനിക്ക് അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഈ പാട്ടിനാണ്, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. എല്ലാം നിമിത്തം ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കിരീടം എന്ന സിനിമയിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലെങ്കിൽ കിരീടം എന്താകും എന്ന് ആലോചിക്കും. അനശ്വരമാക്കിയ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എൻ്റെ സ്വന്തം കാര്യം. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. 1000 സമ്പൽസമൃദ്ധിയോടുകൂടി ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ലാലിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ജഗദീഷ് പറഞ്ഞ പോലെ ശരിക്കും റിയൽ സ്റ്റോറി അങ്ങനെ എടുക്കാൻ വീണ്ടും സിനിക്കും സാധിക്കട്ടെ. ഈ ടീമിനെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പടം എല്ലാവരും തിയേറ്ററിൽ കാണണം. കാരണം ഇപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ കാണണം എന്നുള്ളൊരു മോഹം തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഇത്രയൊക്കെ നമ്മളെ പാട്ടിനെ പറ്റി കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ആ ഒരു പാട്ടിന്റെ റീമാസ്റ്റേർഡ് വേർഷൻ കാണാനുള്ള കൗതുകം ഉണ്ടാകും, എനിക്കും ഉണ്ടാകും കൗതുകം. അപ്പൊ ആ കൗതുകത്തിന് ഇനി നമുക്ക് അധികം കാലതാമസം വേണ്ട. ജോൺസൺ മാഷിന്റെ ഈണത്തിൽ ശ്രീ കണ്ടപുരം ദാമോദരൻ നമ്പൂതിരി അവരുടെ വരിയിൽ നമ്മുടെ NG ശ്രീകുമാർ സാറ് ശബ്ദം നൽകിയ സിബി മലയിൽ സാറിന്റെ ആ ഒരു വിഷ്വലൈസേഷനിൽ മലയാളികൾ എന്നും ചേർത്ത് വെക്കുന്ന കണ്ണീർ പൂവിന്റെ എന്ന മനോഹരമായ ഗാനത്തിന്റെ റീമാസ്റ്റർ വേർഷൻ ഓൺ ദി സ്ക്രീൻ ആൻഡ് അതർ. മലയാളികൾക്ക് ഒരിക്കലും കണ്ണീർ ഒപ്പിക്കൊടുക്കാൻ സാധിക്കാത്ത ഒരു കഥാപാത്രം അത് തന്നെയാണ് നമ്മളുടെ സേതുമാധവന്റെ കണ്ണീരൊപ്പം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. സേതുമാധവന്റെ വേദനകൾ അത് ഒരിക്കലും അടങ്ങുന്നുണ്ടാവില്ല. പക്ഷേ സേതുമാധവനെ നമുക്ക് സമ്മാനിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഇന്ന് നമ്മൾ കിരീടം കുടുംബാംഗങ്ങളിൽ ചേർന്ന് ഒരു സ്നേഹ സമ്മാനം നൽകിക്കൊള്ളട്ടെ. അത് സ്വീകരിക്കാനായി ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടുകൂടി ഒന്നുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടാക്കിനെ kindly join with us once again please. കുറച്ചുകൂടെ ശക്തമായ കഴിഞ്ഞിരിക്കും. All the love we hold for this amazing person already on Lalatan. And ഈ സ്നേഹ സമ്മാനം നൽകുന്നതിനായി കിരീടം സിനിമ നമുക്ക് സമ്മാനിച്ച ആ 2 പ്രൊഡ്യൂസേഴ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Welcoming on to the stage respected കിരീടം Only sir and Dinesh Padikar sir.
താങ്ക് യു സോ മച്ച്. ലളിത കുറച്ചു നേരം കൂടി ഈ വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളത്തെ സ്നേഹത്തോടു കൂടി തന്നെ 1989 റിലീസായ ഈ ചിത്രം ഇന്ന് 2027 റീമാസ്റ്റർ ചെയ്ത് നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ NFDCയുടെ ബഹുമാന്യനായ MP ശ്രീ പ്രകാശ് മണ്ഡം അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. So we very humbly request you to kindly join with us and please receive a gesture of appreciation and gratitude from our end. സിനിമയുടെ ഒരു സൃഷ്ടാവ് മലയാളികൾക്ക് ഏറ്റവും ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ the mega craftsman CB Miles. Can you join with us please? Thank you so much from the bottom of all our hearts, the hearts of all Malayalam movie lovers, for giving us so many great movies. CB Miles സാറിന്റെ ഈ ഒരു വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ ലാലേട്ടനോടൊപ്പം തന്നെ. ആൻഡ് യെസ്, ഈ സിനിമ സാധ്യമാക്കിയ നമ്മളുടെ ആ രണ്ട് പ്രൊഡ്യൂസേഴ്സ് welcoming once again onto the stage ശ്രീ കിരീടം ഉണ്ണി and ശ്രീ ദിനേശ് പണിക്കർ. Can you join with us please? കുറച്ചുകൂടി നല്ല വേദിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു സിനിമ സമ്മാനിച്ച ഒരുപാട് പേര് ഈ വേദിയിലേക്ക് വരികയാണ്. അവർക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്ന ഈ വേദിയില് ആ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. കയ്യടിയുടെ അകമ്പടിയോട് കൂടി ആവട്ടെ ഈ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു റീമാസ്റ്ററിംഗിന്റെ മാസ്റ്റർ മൈൻഡ്, താങ്ക് യു സോ മച്ച് സർ. യെസ്, വി ഹാവ് എക്സിറ്റ്. നമ്മൾ ഈ ഒരു റീമാസ്റ്ററിംഗ് ചെയ്ത് നമുക്കിപ്പോൾ എത്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ 1989 അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ GP വിജയകുമാർ സർ ഫ്രം ദ 7 Arts Entertainment. Thank you so much sir for remastering and gifting us this movie once again. മലയാളികൾ എക്കാലവും ഏറ്റവും അധികം ആസ്വദിച്ച പല ചിത്രങ്ങളിലെയും തിരക്കഥാകൃത്തായ ഒരുപാടധികം ചലച്ചിത്ര വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീ ലോഹിതദാസ് സാറിന്റെ മക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കമിംഗ് ഓൺ ദി സ്റ്റേജ് മിസ്റ്റർ ഹരികൃഷ്ണൻ ലോഹിതദാസ് ആൻഡ് മിസ്റ്റർ വിജയ് ശങ്കർ ലോഹിതദാസ്. Kindly join with us on this stage please. മലയാളികളുടെ ഏറ്റവും സന്തോഷമായ എല്ലാ നിമിഷങ്ങളോടും ചേർത്ത് വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി റോണി ജോൺസൺ അവരെ മഴയോടൊപ്പം നല്ല ഒരു ചൂട് പാനീയത്തോടൊപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്താ ഒരു സുഖം എന്നുള്ളത്. ആ സ്നേഹത്തോടുകൂടി ആ ഒരു കയ്യോടുകൂടി തന്നെ ഈ അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ എത്തിയതിന്. തണ്ണീർപ്പൂവിന്റെ ആ മനോഹരമായ വരികൾ, ആ വേദന തോന്നുന്ന വരികൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവരുടെ ഈ വേദിയിലേക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനം സ്വീകരിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ലവ്ലി applauses and the voice of Lalatin in all our minds, our very own NG Srikumar sir. ഇന്ന് കേരളം മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള സജീവ സാന്നിധ്യമായി മാറിയ ഒരു ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട NG Srikumar sir. Thank you so much for being here with us. And now, may I request Mrs. Parvati Jairam ma'am to kindly join with us on the stage. So
ശ്രീകുമാറിന്റെ സ്വന്തം ദേവിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. Thank you so much, ma'am. ശക്തമായി സിനിമകളോടൊപ്പം മുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പറയാൻ പാടില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ജഗദീഷ് ചേട്ടൻ ഫൈനലി ജോയിൻ വിത്ത് us. The actor, producer and a former strong presence in the Malayalam movie industry, welcoming Sri Niveen Pillaraju sir onto this stage. ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നതായിട്ട് ശ്രീമതി ശ്രദ്ധാ കുമാരി മാം. ശ്രദ്ധാ കുമാരി മാം ഇല്ല എന്ന് കരുതുകയാണ്. ശ്രീ കൊല്ലം തുളസി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. Let's all put a big round of applause for amazing actor Sri Kollam Tulasi sir. And also may request the presence of Ms. Usha onto the stage. Mrs. Usha onto the stage. Apologies. തൊട്ടുപിന്നാലെ കിരീടം കുടുംബത്തിന്റെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീ രവി കൃഷ്ണൻ അവർ. കയ്യടി തുടരാട്ടോ. കയ്യടിയിൽ നമുക്ക് ആർക്കും കൃഷി കാണിക്കേണ്ട. കയ്യടി അങ്ങനെ നിലയ്ക്കാതെ വന്നുകൊണ്ടേയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് Yadu Krishnan Jada for being with us, and now may I request the presence of Mr. Pushapura Ramakrishnan sir. Thank you for being here with us today. കിരീടം ചിത്രം അതിന്റെ പബ്ലിസിറ്റി ഡിസൈൻസിന്റെ ഒക്കെ പിന്നിലുള്ള ആ ഒരു മനോഹരമായ ആ ഒരു കരം ആരുടേതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. Let's welcome on the stage Miss Gayatri Ashokan. Gayatri Ashokan, ശ്രീമതി Gayatri Ashokan ഈ വേദിയിലില്ല, but let us acknowledge her presence. My apologies, Mr. Gayatri Ashokan, are you here with us today? ഇല്ല എന്ന് കരുതുന്നു. തുടർന്ന് മുന്നോട്ട് പോവുകയാണ് the live producer ശ്രീ A. മനോജ്. ശ്രീ A. മനോജ് അദ്ദേഹം ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്നു, but he has left. And yes, നമ്മുടെ എല്ലാ സിനിമകളുടെയും പണ്ടത്തെ എല്ലാ സിനിമകളുടെയും സ്ഥിരം ഒരു പേരാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ എല്ലാ നെഞ്ചിൽ കയറിയ ഒരു പേരാണ് the PRO ശ്രീ വാരൂർ ജോസ് അവർ. ശ്രീ വാരൂർ ജോസ് അവർ ഒരു നല്ല കൈയ്യടി കൊടുക്കുന്നുണ്ട്. പണ്ട് നമുക്ക് ഇത്രയധികം ഓൺലൈൻ മീഡിയാസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഓരോ ചിത്രവും അത് ഇറങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് ആ വാർത്തകൾ എത്തിച്ചു തന്നുകൊണ്ടിരുന്ന ആ ഒരു ശക്തമായ PRO the very own വാരൂർ ജോസ്. കിരീടത്തിന്റെ സംവിധായകനായ സിനി മലയിൽ സാറിന്റെ എല്ലാ നിമിഷവും ഒരു ശക്തമായ കൈത്താങ്ങായി മാറിയ the assistant directors. Let me welcome onto the stage Sri Joy Pala. അദ്ദേഹം ഇവിടെയില്ല, but let's now welcome the next AD Sri Meela Radhakrishnan. Meela Rajashekharan. ഏത് സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ Meela Rajashekharan. ഒരുപാട് കാലങ്ങളായി നമ്മുടെ മലയാള സിനിമാ ലോകത്തെ ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ്. അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു റീ റിലീസിന്റെ ഈ ഒരു ഇവന്റ് നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ ഡിയർ സ്പോൺസേഴ്സിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. The Vayasola, the team
Viceroy, thank you so much for gifting us this beautiful day. Thank you so much for sponsoring this event. Looking forward for more collaborations with you. ലാലേട്ടന്റെ ഒരു ചിത്രം കൂടി ഈ ഒരു നിമിഷത്തിൽ വയാസോവ സമ്മാനിക്കുകയാണ്. ലാലേട്ടന്റെ ആ ഒരു വരച്ച ചിത്രം കൂടി ഞാൻ സമ്മാനിക്കുന്നു. താങ്ക് യു. And now let us welcome the team Al Salama. The Al Salama. നമ്മളുടെ ഇന്നത്തെ ഈ ഇവന്റിന്റെ മറ്റൊരു സ്പോൺസറാണ് the team Al Salama. Thank you so much for partnering with us today and for being a strong presence in the remastering of the re-release of Kireedam movie. Prasad Studio നിന്നും ശ്രീ ആന്റണി അവർകൾ. May I also request the presence of Mr. Bhaskar from the Prasad Studios onto the stage. Thank you so much. And yes, നമ്മൾ ഇന്നത്തെ ഒരു re-release, remastered version ഒരു ട്രെയിലർ നമ്മൾ കുറച്ചു നേരം മുന്നേ കണ്ടിരുന്നു. ആ ഒരു remastered version ആ ഒരു ട്രെയിലർ നമുക്ക് സമ്മാനിച്ച ട്രെയിലർ കട്ട് ചെയ്ത ശ്രീ ഡോൺ മാക്സ്. Let's welcome on to the stage ശ്രീ ഡോൺ മാക്സ്. അധികം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ്. നമ്മളുടെ ഓരോ ട്രെയിലേഴ്സും വളരെ ഇന്നോവേറ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. And now നമ്മളുടെ ഒരു 4K വേർഷന്റെ ഡിസ്ട്രിബ്യൂട്ടർ. Let's welcome on to the stage the respected CEO of the Hyzin Global, Mr. Boni Azanar. Mr. Boni Azanar. ഈ പേരിൽ കുറച്ച് പ്രത്യേക ഹൈപ്പ് വേണമെന്നൊക്കെ കോൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. And now let me welcome from the High Studios Miss Krishneetu and Taza. Krishneetu and Taza from the High Studios. Thank you so much. And yet again from the Hyzin, let's welcome onto the stage Mr. Jibin. Mr. Jibin from the Hyzin Studios. The Hyzin Global, I'm sorry. And നമ്മളുടെ remastered version sound mixing ലെ ആ പിന്നിലുള്ള the person Mr. Hari Narayanan. കുറച്ചുകൂടി ശക്തമായി നിലയ്ക്കാത്ത കൈ അതിന് ആകെ കുറച്ച് വീണ്ടുള്ളൂ. അപ്പൊ കുറച്ച് നിമിഷങ്ങൾ കൂടെ നമുക്ക് ആ എനർജി ഹൈലൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. And the designers of the remastered version of Kireedam, let's welcome onto the stage Mr. Arjun and Mr. Suraj. അടുത്തതായി 1989 കിരീടം ഇറങ്ങിയപ്പോൾ അതിന്റെ PR നമ്മളുടെ വാഴൂർ ജോസ് സാർ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2026 അത് റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ PR നമ്മുടെ പ്രിയപ്പെട്ട ശിവപ്രസാദ് ചേട്ടനാണ്. ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ഓൺ ശിവപ്രസാദ് ചേട്ടൻ. Alright, thank you so much. So, നമ്മളുടെ എല്ലാ മൊമെന്റോസും നൽകി ഈ ഇത്രയും നേരം നമുക്കൊപ്പം നിന്നതിനാ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ലാലേട്ട. ക്ഷമിക്കണം, ഒരാളെ കൂടെ വേദിയിലേക്ക് ക്ഷമിക്കേണ്ടതുണ്ട്. നമ്മളുടെ സബ് ടൈറ്റിൽസ് തയ്യാറാക്കിയ ശ്രീ അനുവിനെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വരുന്നു. നമ്മളുടെ സബ് ടൈറ്റിൽസ് അതിനു പിന്നിൽ പ്രവർത്തിച്ച ശ്രീ അനുവിനെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. And also we will request the presence of our colleagues, Mr. Shan, onto the stage.